ഹലോ. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ വേഗം എഴുന്നേറ്റ് ഞാൻ ബാത്റൂമിൽ പോയി ഫ്രഷായി വന്ന് നോക്കുമ്പോഴും ഉണ്ണി നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ ഉണ്ണീനെ ശല്യം ചെയ്യണ്ടെന്ന് കരുതിയിട്ട് ഞാൻ മെല്ലനെ അവിടെ നിന്ന് വന്ന് കിച്ചണിൽ വന്ന് നോക്കുമ്പോൾ അമ്മ നേരത്തെ എഴുന്നേറ്റ് പുട്ടിനുള്ള പൊടിയൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തേങ്ങ ചിരവാൻ വേണ്ടിയിട്ട് നിലത്ത് ഇരുന്നിട്ടാണ് തേങ്ങ ചിരവണ കേട്ടോ. അപ്പോൾ ഫോണ് പിടിക്കാനും ഒരാൾ വീഡിയോ എടുത്ത് തരാനും ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പുട്ടുണ്ടാക്കാൻ വേണ്ടി നോക്കിയിട്ടാണ്. അപ്പോൾ പുട്ടിനുള്ള പൊടിയൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നപ്പോൾ പുട്ട് മുതിര ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ മുതിര ഞാൻ അപ്പുറത്ത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, അത് വെന്തിരിക്കുന്നുണ്ട്. അപ്പോൾ പുട്ടൊന്നൊരു വിധം സെറ്റാക്കിയിട്ട് അത് ഉണ്ടാക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ വേഗം തന്നെ പൊടിയൊക്കെ കുഴച്ച് വേഗം തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഞാൻ രണ്ട് ഉള്ളികളും വേഗം തൊലി കഴിഞ്ഞ് ചതക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മുതിരയൊക്കെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി ഞാൻ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വെറുതെ ഇങ്ങനെ സെൽഫി പോലൊക്കെ ഒന്ന് നോക്കി വേഗം തന്നെ ഞാൻ പുട്ടൊക്കെ കുത്തിയിട്ട് കേട്ടോ. നൈസായിട്ട് കൈ പൊള്ളിയെന്നൊരു സംശയം അതിൻ്റെ ആ ചില്ലെടുത്തപ്പോഴേ. അപ്പോൾ അങ്ങനെ പുട്ടൊക്കെ ഒരുവിധം റെഡിയാക്കി ഞാൻ വേഗം തന്നെ മുതിരക്കറി വെക്കാൻ വേണ്ടി നോക്കിയിട്ടാണ്. മുതിരക്കറിയല്ല കേട്ടോ, മുതിര ഉപ്പേരിയാണ്. ഉപ്പേരി പോലെ ആക്കാമെന്ന് കരുതിയിട്ട് ഞാൻ വേഗം വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ചതക്കിയിട്ട് എന്നിട്ട് നന്നായി സോട്ട് ചെയ്തെടുക്കട്ടെ. സോട്ട് ചെയ്തിട്ട് ലേശം മുളകും പൊടി ഇട്ടിട്ട് അത് നന്നായി മുളകും പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പിലിട്ടിട്ട് ഞാൻ ഈ മുതിര വേവിച്ച് തലക്കിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെച്ചിട്ടാണ്. അപ്പോഴേക്കും ഉപ്പേരി റെഡി ആയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വേഗം തന്നെ അത് വേറൊരു പാത്രത്തേക്ക് ആക്കി വെച്ച് ഞാൻ നല്ല ചൂട് കൊടുക്കാൻ തന്നെ വേഗം ഞാൻ മാറ്റി വെച്ചത്. അതൊക്കെ ഒരുവിധം സെറ്റായി. അപ്പം മുതിരക്കറിയും പുട്ടും റെഡിയായിട്ടാണ്. അപ്പോൾ അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചായ തിളച്ചപ്പോൾ ചായപ്പൊടിയൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി വെച്ച് അപ്പോഴേക്കും കഞ്ഞി എഴുന്നേറ്റ് വന്നപ്പോൾ അച്ഛമ്മനുണ്ടപ്പോൾ അച്ഛമ്മ വെച്ചിട്ട് ഓടി വന്നു. പിന്നെ അവരുടെ ഒരു സ്നേഹപ്രകടനം എടുത്തു. അപ്പോൾ ഉണ്ണിക്ക് വേഗം തന്നെ ഞാൻ പാലൊക്കെ തിളപ്പിച്ച് അപ്പോഴേക്കും അവൾക്ക് എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടി കരഞ്ഞു. അവൾക്ക് നല്ല ഇഷ്ടമാണ് ഈ പണിയെടുക്കുമ്പോൾ അവൾക്ക് ഒക്കത്തിരിക്കാൻ. അപ്പോൾ അവൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവളുടെ പാലൊക്കെ ഒന്ന് ചൂടാറട്ടെ എന്ന് കരുതി ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. അപ്പോൾ ഉണ്ണി അവിടെ ഇരുന്നിട്ട് കഴിക്കുന്നുണ്ട്, അമ്മയും ഞാനും കഴിക്കുന്നുണ്ട്. അപ്പോൾ ടി വി കണ്ടിട്ട് ഞങ്ങളെല്ലാവരും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ഫുഡടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനും അമ്മയും ഉമ്മാർക്ക് പോയിരുന്നു കേട്ടോ കുറച്ച് നേരം. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി പിന്നെയും സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്ന് കുമ്പളങ്ങ കറി വയ്ക്കാമെന്ന് വിചാരിച്ചത്. കുമ്പളങ്ങ മോരൊഴിച്ചിട്ട് വയ്ക്കാമെന്ന് കഴിഞ്ഞിട്ട് അരപ്പൊക്കെ റെഡിയാക്കി ഞാൻ വേഗം തന്നെ കുമ്പളങ്ങ വേവിച്ചിട്ട് മോരും അരപ്പൊക്കെ അതിലൊഴിച്ച് കുമ്പളങ്ങ കറി വേഗം തന്നെ റെഡിയാക്കിയിട്ടാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കുമ്പളങ്ങ മോരൊഴിച്ച് വയ്ക്കുന്നത്. അപ്പോൾ മോര് കറി ആക്കിയിട്ട് ഉപ്പേരി ഞങ്ങൾ പയറും വാഴക്കൂമ്പും കൂടിയിട്ടാണ് ഞങ്ങൾ ഉപ്പേരി വെച്ചത്. ഉപ്പേരിയൊക്കെ ഒരുവിധം വേഗം തന്നെ സെറ്റാക്കി പിന്നെ കുറച്ച് സോയാബീനും കുറച്ച് ഒന്ന് വറുത്തെടുത്ത്. പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ ഞാനൊരു കോൺടോപ്പൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ സന്ധ്യ ആയപ്പോൾ അമ്പലത്തിൽ പോകാൻ നിന്നു. ഞങ്ങൾ അമ്പലത്തിലേക്ക് ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. ഇന്ന് കർപ്പൂരാഴി നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഞങ്ങളുടെ അച്ഛനും ഉണ്ട് കർപ്പൂരാഴി ചെയ്യുന്നതിൽ. അപ്പോൾ ഞങ്ങളവിടെ എത്തി. അവിടെ നല്ല ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ചേച്ചിമാർ താലം പിടിച്ച് നിൽക്കുന്നുണ്ട്. കുറേ ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അവരൊക്കെ കണ്ടിട്ട് ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ അച്ഛനുണ്ട് അതിൽ കർപ്പൂരാഴി ചെയ്യുന്നത്. അച്ഛനാണെങ്കിൽ ഒരു വെള്ള ടോപ്പ് ഇട്ടിട്ടുണ്ട് അച്ഛനാണ്. അപ്പോൾ കനിമോള് അച്ഛനെ കണ്ടിട്ട് അച്ഛാന്നൊക്കെ കേൾക്കുന്നുണ്ട്. അച്ഛൻ അവിടെ ആയിരുന്നു കേൾക്കുന്നത്. അപ്പോൾ എല്ലാ സ്വാമിമാരും കണ്ടിട്ട് കർപ്പൂരാഴി ചെയ്യുന്നുണ്ട്. കുറേ സ്വാമിമാർ അവിടെ ഭജന ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതൊക്കെ കണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അതൊക്കെ കഴിഞ്ഞ് അച്ഛൻ വന്നിട്ട് ഉണ്ണീനായിട്ട് കുറേ നേരം ഇരുന്ന് അവിടെ. എനിക്ക് അച്ചാച്ചനെ കാണാണ്ട് ഭയങ്കര വിഷമമായിരുന്നു. എന്നിട്ട് അച്ചാച്ചനായിട്ട് അവിടെ പോയി അമ്പലത്തിൻ്റെ അവിടെ പോയി തൊഴുത് രണ്ടാളും അവർക്ക് നല്ല രസമായി തോന്നി. കരിക്ക് അവിടുന്ന് അച്ഛൻ കുറിയൊക്കെ തൊട്ടുകൊടുത്ത് അവൾ അങ്ങനെ ഹാപ്പി ആയിട്ട് എൻ്റെ അടുത്തേക്ക് തന്നെ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളായിട്ട് അവിടെയൊക്കെ ഒന്ന് നടന്നു. അവൾക്ക് ആ ലൈറ്റൊക്കെ വന്നപ്പോൾ നല്ല സന്തോഷമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കളിക്കുന്നതൊന്ന് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ കളിക്കുന്നിട്ട് ആളിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ബായ്.